ഹലോ. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലോ കൺട്രോളാണ്. ലൈൻ ഡിസിപ്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഫ്ലോ കൺട്രോളാണ്. ഫ്ലോ കൺട്രോളിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റിസീവറിൻ്റെ അക്നോളജ്മെൻറ്റ് വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് ബിഫോർ റിസീവിങ് ഹൗ മെനി ഡാറ്റ ക്യാൻ സെൻഡ് എന്നുള്ളതായിരുന്നു നമ്മൾ ഫ്ലോ കൺട്രോള്. എങ്ങനെ അതിനെ കൺട്രോൾ, ആ ഡാറ്റ ഫ്ലോനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, വാട്ട് ആർ ദ ടു ഐഡിയാസ്, ടു എന്നല്ല, രണ്ട് ഐഡിയാസ് ഉണ്ട്, എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നോർമലി റിസീവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അവർക്ക് ഒരു ലിമിറ്റഡ് മെമ്മറി ഉണ്ടായിരിക്കുള്ളൂ, അതുമാതിരി ലിമിറ്റഡ് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അതെങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, അതെങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഈ റിസീവർ സൈഡ് ബഫർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറേജ്, ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കുന്നതിലൂടെയാണ് ആ ഒരു കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് പോളിൻ്റെ ഒരു ഡയഗ്രാമാണ് അത് കേട്ടോ. ഞാൻ നേരത്തെ ആ ഡയഗ്രാം നിങ്ങൾക്ക് വീഡിയോനകത്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡയഗ്രാമാണത്. അത് പ്രൈമറി ടു സെക്കൻഡറി ഡാറ്റ പാസ് ചെയ്യുന്നതാണ്. ഓരോ സെപ്പറേറ്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ഡയഗ്രാമാണത്. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്. ഇനി ബഫർ എന്നുള്ള ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് ചെയ്യുന്നു. അപ്പോൾ ബഫർ ഫില്ലപ്പ് ആവുന്നതിനനുസരിച്ച് സെൻറ്ററിൻ്റെ ട്രാൻസ്മിഷൻ ഹോൾട്ട് ചെയ്യാനും റിസീവ് ഹോൾട്ട് ചെയ്യണമെന്നും വൺസ് അഗെയിൻ അതിനെ റിസീവ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, ആക്ച്വലി എന്താണ് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ, ഫ്ലോ കൺട്രോൾ റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ടു റെസ്ട്രിക്ട് ദ എമൗണ്ട് ഓഫ് ഡാറ്റ the sender can send before waiting for acknowledgement. Okay, ini there are two types, two methods to having to control the flow of data. What are they നോക്കാം. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് മെത്തേഡും സ്ലൈഡിംഗ് വിൻഡോ മെത്തേഡും അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡ് വൺ ഫ്രെയിം അറ്റ് എ ടൈം. Using this method, we can send one frame at a time. After receiving the acknowledgement only, the sender can send another frame. No, in this method, there is no possibility to send data continuously. If we send one set of frames, only one frame at a time, after that, when the receiver sends the acknowledgement, at that time only we can send another second data. Okay, in the sliding window we can send several frames at a time. Here the explanation for the stop and wait. Okay, see the diagram. Here sender and receiver, there is two stations here. One is sender and one is receiver. ഇവിടെ നിന്ന് നമ്മൾ ടൈം സ്ലോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ഡാറ്റ സെൻഡ് ചെയ്യുന്നു, ഡാറ്റ സെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് അക്നോളജ്മെൻറ്റ് വരുന്ന ആ ഒരു സമയം, അതാണ് വെയിറ്റ് ടൈം എന്ന് പറയുന്നത്. ആ സമയം വരെ വെയിറ്റ് ചെയ്തു അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്തതിന് ശേഷമാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വീണ്ടും വെയിറ്റിംഗ് ടൈമിൽ പോവുകയാണ്. എന്നിട്ട് അടുത്ത അക്നോളജ്മെൻറ്റ്, അതിപ്പോൾ എത്ര ലോങ് ആയാലും അത്രയും നേരം അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ അക്നോളജ്മെൻറ്റ് കിട്ടിയാലേ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. അതർവൈസ് ദേ വിൽ നോട്ട് സെൻഡ് ദ ഡാറ്റ അഗെയിൻ. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ കിട്ടിയോ എന്നുള്ള അക്നോളജ്മെൻറ്റ് അവിടെ നിന്ന് പാസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. ആ വേർഡ് മീനിങ് തന്നെ എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിംഗ് വിൻഡോ. സ്ലൈഡിംഗ് വിൻഡോയിൽ മോർ ദാൻ വൺ ഫ്രെയിംസ് അറ്റ് എ ടൈം നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതിന് ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള സെൻഡിങ് പ്രോസസ്സാണ്. അതിൽ ദ സ്ലൈഡിംഗ് വിൻഡോ മെത്തേഡ് ഓഫ് ഫ്ലോ കൺട്രോൾ സെവറൽ ഫ്രെയിംസ് ക്യാൻ ബി ട്രാൻസ്മിറ്റ് അറ്റ് എ ടൈം. ഈ സ്ലൈഡിംഗ് വിൻഡോൻ്റെ ഒരു ഇമാജിനറി ബോക്സ് ആണ്. നമ്മുടെ സെൻറ്റർ സൈഡും റിസീവർ സൈഡും ഒരു ഇമാജിനറി ബോക്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 7 ബിറ്റാണ് ഡാറ്റയാണ്, അല്ലെങ്കിൽ 7 നമ്പേഴ്സാണ്. എൻ എന്നുള്ളത് 8 ആണെങ്കിൽ n-1 ഫ്രെയിംസ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പോൾ n-1 ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ 0 to 7 എന്നുള്ള ഫ്രെയിംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് ഇതിന് സെൻറ്റർ സൈഡും വിൻഡോ ഉണ്ട്, റിസീവർ സൈഡും വിൻഡോ ഉണ്ട്. ഇത് അക്നോളജ്മെൻറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നുമില്ല. അക്നോളജ്മെൻറ്റ് കിട്ടുന്നതിന് മുന്നേ ആസ് മെനി ആസ് പോസിബിൾ എന്നുള്ളത് പോലെ അവർ ഡാറ്റ സെൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പം
ഇപ്പോൾ സെൻറ്റർ സൈഡാണ് അത് ചെയ്യുന്നത് വെച്ചെങ്കിൽ സെൻറ്റർ സൈഡിൽ നിന്ന് ഡാറ്റ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡാറ്റ ഇങ്ങനെ സെൻഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ 0 to 7 ഫ്രെയിംസാണ് സെൻഡ് ചെയ്യുക വെച്ചെങ്കിൽ 7 ഫ്രെയിംസ് അവിടെ എത്തിയാലും അക്നോളജ്മെൻറ്റ് വരുന്നത് ഫസ്റ്റിന് മാത്രമാണെങ്കിൽ അതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഷ്രിങ്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്ത് വരും. ഇപ്പോൾ അവിടെ നിന്ന് അക്നോളജ്മെൻറ്റ് ഫസ്റ്റ് 2 എന്നുള്ള നമ്പറാണ് വരുന്നതെങ്കിൽ 0 1 എന്നുള്ളത് ഇപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോൾ അക്നോളജ്മെൻറ്റ് നമ്മളിപ്പോൾ 0 to 7 നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 ബിറ്റ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അക്നോളജ്മെൻറ്റ് 2 എന്ന നമ്പറാണ് വരുന്നത് വെച്ചെങ്കിൽ 0 1 അപ്പോൾ 0 1 എന്നുള്ള ഒരു 2 ഫ്രെയിംസാണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് സെൻറ്റർ വർക്ക് ചെയ്യുന്നത്. റിസീവറും സെയിം തന്നെയാണ്. അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്തതിന്, അതായത് സെൻറ്റർക്ക് സെൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് അവർ റൈറ്റ് സൈഡ് എക്സ്പാൻഷൻ ചെയ്യുള്ളൂ. അതുവരെ അവർ എക്സ്പാൻഡ് ചെയ്യില്ല. ഇപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ എത്ര അയച്ചാലും അവിടെ അവർക്ക് റീച്ചായി എന്നുള്ള അക്നോളജ്മെൻറ്റ് അവർ 2 ആണ് പാസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ 2ൻ്റെ എക്സ്പാൻഷൻ മാത്രമേ അവരവിടെ ചെയ്യുള്ളൂ. അതാണ് റിസീവർ സൈഡും ചെയ്യുന്നത്. അതിൻ്റെ ഡെഫിനിഷനൊക്കെ ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കുക. ഓക്കെ, നോട്ട്സായിട്ട് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ആ ഒരു സെൻഡിങ് ഫോർമാറ്റ് തന്നിരിക്കുന്നത്. ഇതിപ്പോൾ സെൻറ്റർ സൈഡുള്ള ഫ്രെയിംസ് ആയിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ 0 to 6 എന്നുള്ള ഫ്രെയിംസാണ് അയക്കുന്നത്. ഡാറ്റ അവിടേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഡാറ്റ 1ഉം ഡാറ്റ 2ഉം ഒക്കെ സെൻഡ് ചെയ്തു. ഡാറ്റ 1 സെൻഡ് ചെയ്തപ്പോൾ 0 ഔട്ടായി. 0 സെൻഡ് ചെയ്തപ്പോൾ ഡാറ്റ 1 സെൻഡ് ചെയ്തപ്പോൾ 0 1 പുറത്തായി. അക്നോളജ്മെൻറ്റ് വരുന്നത് 2 എന്ന നമ്പറാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടേക്ക് എക്സ്പാൻഷൻ വരിക 2 ഫ്രെയിംസേ എക്സ്പാൻഷൻ വരുള്ളൂ. അപ്പോൾ ഇവിടെ പുറത്ത് നിൽക്കുന്ന 7 0 എന്നുള്ളതും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫ്രെയിംസ് 2 3 4 5 6 7 0 എന്നുള്ള ഫ്രെയിംസായി. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത പുതിയൊരു ഡാറ്റ സെൻഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് അക്നോളജ്മെൻറ്റ് 3 ആണ് വരുന്നതെങ്കിൽ ആ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 അക്നോളജ്മെൻറ്റ് ഒരെണ്ണം കൂടെ നമ്മൾ ഫ്രെയിം ചെയ്യും. അതാണ് 0 കഴിഞ്ഞ് 1 കൂടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് പോകുന്നത്. ഇതാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ.